ചുമരിൽ ചുമ്മാ ഒട്ടിച്ചു വെച്ചൊരു വാഴപ്പഴം വിലയാണെങ്കിൽ വെറും 53 കോടി. കഴിഞ്ഞ ദിവസം മ്യൂസിയത്തിലിരിക്കുന്ന കോടികൾ വിലയുള്ള ആ പഴം ഒരു വിരുദ്ധൻ അങ്ങ് അകത്താക്കി. വെറും ചുമരിൽ ചാരനിറമുള്ള ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ച വാഴപ്പഴം കാണുന്നത് പോലെ അത്ര ചില്ലറക്കാരനല്ല. 2019 ഒരു ആർട്ട് എക്സിബിഷനിലാണ് ഇങ്ങനെയൊരു സൃഷ്ടിയെ ലോകം ആദ്യമായി കാണുന്നത്. പ്രശസ്ത ഹാസ്യ കലാകാരനായ മൊറീസിയോ കാറ്റിലിനായിരുന്നു ആ കലാസൃഷ്ടിയുടെ ഉടമ. ഹാസ്യ നടൻ അഥവാ കൊമേഡിയൻ എന്ന് പേരിട്ടിരുന്ന ചാരനിറമുള്ള ടേപ്പ് ഉപയോഗിച്ച് ചുമരിൽ ചുമ്മാ ഒട്ടിച്ചു വെച്ച വാഴപ്പഴം അന്ധകാലത്ത് തന്നെ വൈറലായിരുന്നു. 5 വർഷത്തിന് ശേഷം, അതായത് കഴിഞ്ഞ വർഷമാണ് എല്ലാവരെയും ഞെട്ടിച്ച് അത് സംഭവിച്ചത്. $6.2 ബില്യൺ ചെലവാക്കി ഒരാൾ അത് സ്വന്തമാക്കുകയായിരുന്നു. ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോമായ ട്രോണിന്റെ സ്ഥാപകൻ ജസ്റ്റിൻ സൺ ആണ് ഇതിന്റെ യഥാർത്ഥ എസ്റ്റിമേറ്റിനേക്കാൾ 4 ഇരട്ടി ഉയർന്ന തുകയ്ക്ക് ചുമ്മാ 53 കോടി രൂപ വില പറഞ്ഞ് പഴം സ്വന്തമാക്കിയത്. ഇതോടെ ഈ വിചിത്ര കലാസൃഷ്ടി വീണ്ടും വൈറലാവുകയായിരുന്നു. ഇപ്പോഴത്തെ പഴം വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. അത് പക്ഷേ കൂടുതൽ പണം ചെലവാക്കി ആരെങ്കിലും സ്വന്തമാക്കിയതുകൊണ്ടല്ല. കോടികൾ വിലയുള്ള ആ പഴം ഒരാൾ വിഴുങ്ങിയിരിക്കുന്നു. ഈ മാസം 12-ന് ഫ്രാൻസിലെ പോപ്പിഡു മ്യൂസിയത്തിലാണ് കാഴ്ച കാണാനെത്തിയ ആസ്വാദകൻ ഇടം വലം നോക്കാതെ പഴം അങ്ങ് വിഴുങ്ങിയത്. വിശപ്പിന് മുന്നിൽ എന്ത് 53 കോടിയല്ലേ? ഇതിനു മുൻപും പണം നൽകിയും നൽകാതെയും ആളുകൾ ഇത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇതിന്റെ വില 53 കോടിയാണ് എന്നതാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. സാധാരണയായി 2 ദിവസം കഴിഞ്ഞ് പഴം ചീയാറാകുമ്പോൾ എടുത്തുമാറ്റി പുതിയത് ഒട്ടിക്കാറാണ് പതിവ്. ഇത്തവണ കാഴ്ചക്കാരൻ അത് തിന്ന് മിനിറ്റുകൾക്കകം പുതിയ വാഴപ്പഴം ഒട്ടിച്ച് മ്യൂസിയം അധികൃതർ കൊമേഡിയന് പുതുജീവൻ നൽകുകയായിരുന്നു.